പൊതുവെ ഒരു ക്രിക്കറ്റ് ടീമിൽ 11 പ്ലേയേഴ്സ് ആണെങ്കിൽ പോലും ഈ ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറഞ്ഞ ടീമിൽ 4 പേര് ചേർന്നിട്ടാണ് ഈ 11 പേരുടെ പണി ഈ സീസൺ മൊത്തം എടുത്തിട്ടുള്ളത്. ആ 4 പേരായിരിക്കുമെന്ന് വെച്ചാൽ സായ് സുദർശൻ, ശുഭം ഗിൽ, പ്രസിദ്ധ് കൃഷ്ണ, പിന്നെ ജോസ് ബട്ട്ലർ. ഇതിൽ ഒരു 60% വർക്കും ഈ ഓപ്പണിംഗ് ആയിട്ടുള്ള സായ് സുദർശൻ, ശുഭം ഗിൽ എടുക്കാറുണ്ട്. ബാക്കി 20% ബാക്കി 2 പേര് വെച്ചാണ് തീർത്തിരുന്നത്. അവർ ഈ സീസൺ മത്സരങ്ങൾ ജയിച്ചിരുന്നത്. അതിൽ ഈ ജോസ് ബട്ട്ലർ ആക്ച്വലി എലിമിനേറ്റർ ഫിക്സറിലില്ല, ആൾ തിരിച്ച് നാട്ടിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീക്കെൻഡ് ആയിട്ടുള്ള ഒരു ടീമായിട്ടാണ് ഗുജറാത്ത് ടൈറ്റൻസ് എലിമിനേറ്ററിൽ വരുന്നത്. സോ ലെറ്റ്സ് പ്രിവ്യൂ എലിമിനേറ്റർ. ഇറ്റ്സ് ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ്. മത്സരം നടക്കുന്നത് ചണ്ഡീഗറിലാണ്. അപ്പോൾ ഇന്നലെ മത്സരം നടന്ന സെയിം ഗ്രൗണ്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോ സ്കോറിംഗ് മാച്ച്. ലോ സ്കോറിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 160-170 സ്കോർ വരുന്ന ഒരു പിച്ച്. ആക്ച്വലി ആ ഒരു പിച്ച് തന്നെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു സെൻസിബിൾ ബാറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം പഞ്ചാബിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. ഒരു ബ്ലൈൻഡ് ഹിറ്റിംഗ് എന്നുള്ള രീതിയിലേക്ക് പോയി വിക്കറ്റ്സ് വലിച്ചെറിയുന്ന ഒരു കാഴ്ചയാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു ടീമല്ല ഗുജറാത്ത്. എന്തായാലും ഒരു സെൻസിബിളി ബാറ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 160-170 സ്കോർ എന്ന് എക്സ്പെക്ട് ചെയ്യാം. റിഗാർഡിങ് ദ വിന്നർ ഐ ആം ഗോയിങ് വിത്ത് മുംബൈ. കാരണം മുംബൈ ഇസ് എ വെരി സ്ട്രോങ് ടീം. കാരണം അറിയാലോ, ഇപ്പോൾ ലൈക്ക് അവരുടെ ഇൻ്റർനാഷണൽ പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താൽ തന്നെ മറ്റ് ടീമുകളൊന്നും മാറി നിൽക്കുന്ന രീതിയിലുള്ളൊരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുംബൈ ജയിക്കും തന്നെയാണ് എൻ്റെ പ്രഡിക്ഷൻ. പക്ഷേ അവർ എല്ലാവരും ഫോമിലേക്കൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ ചണ്ഡീഗഡ് പിച്ചിൽ ഐ തിങ്ക് മിച്ചൽ സാൻഡർ വുഡ് ബി എ വെരി ഡേഞ്ചറസ് പ്ലെയർ. അതേപോലെ ജസ്പ്രീത് ബുംറ, ട്രെൻറ്റ് ബോൾട്ട്. അപ്പോൾ ഇവരെ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 160-170 പിച്ചാണ്. മുംബൈയിൽ റിക്കിൾട്ടൺ പോയിട്ടുണ്ട്. അപ്പോൾ പകരം വന്നിട്ടുള്ളത് ജോണി ബെയർസ്റ്റോ ആണ്. ജോണി ബെയർസ്റ്റോ ഡസൻറ്റ് ഹാവ് എ വെരി ഗുഡ് റെക്കോർഡ്. എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് റീസെൻറ്റ് മെമ്മറിയിൽ അത്ര വലിയ നല്ല പെർഫോമൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോണി ബെയർസ്റ്റോ അത്രത്തോളം ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കും എന്നും എനിക്ക് തോന്നുന്നില്ല. മുഹമ്മദ് സിറാജ് വിൽ ബി എ വെരി ഗുഡ് പിക്ക് ടുഡേ. കാരണം എസ് രോഹിത് ശർമ്മ ആൻഡ് റിക്കിൾട്ടൺ. പക്ഷേ ആഫ്റ്റർ ദാറ്റ് ഐ തിങ്ക് മുംബൈ ഈസ് ഗോയിങ് ടു വിൻ ദിസ് മാച്ച്. യാ, സോ യാ, വാട്ട് ഡു യു തിങ്ക്? ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്.